യുദ്ധകാണ്ഡത്തിൽ രാമായണ പാരായണം അവസാനിപ്പിക്കുകയാണ് പതിവ്. കാരണം മറ്റൊന്നുമല്ല, ശ്രീരാമൻ ഒരു ദേവനാണെന്നും ഈശ്വരനാണെന്നും വിശ്വസിക്കുമ്പോൾ യുദ്ധകാണ്ഡം അതിനെയൊക്കെ നീതിവൽക്കരിക്കുന്നുണ്ട്. ഭക്തിയും ഭഗവാനും എന്ന ചിന്തയിൽ മാത്രം സമീപിക്കുന്നവർക്ക് രാമായണത്തിലെ കഥകളെ യുദ്ധകാണ്ഡത്തിൽ ശുഭപര്യവസാനത്തിൽ ഉപേക്ഷിക്കാം. എന്നാൽ ഞാൻ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. രാമായണം രാമൻ്റെ മാത്രം കഥയല്ല. ഒരു കഥയെന്ന് ചിന്തിച്ചാൽ കൂടി ഇരുത്തി ചിന്തിപ്പിക്കുന്ന പലതും രാമായണത്തിലുണ്ട്. സീതയിൽ നിന്നും രാമനും രാമനിൽ നിന്ന് സീതയും എങ്ങനെ വേർപെട്ടു എന്നുള്ളത് പലർക്കും അറിയാത്ത കഥകളായിരിക്കാം. അവിടെ ദേവനായോ മനുഷ്യനായോ പാകപ്പെടുന്നൊരു രാമനെ കാണാം. കാര്യങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നൊരു സീതയെയും കാണാം. ഉത്തരകാണ്ഡം കൂടി വായനയിൽ ചേർത്താലോ? കഥകൾ അറിഞ്ഞാലോ? രാമനെയും സീതയെയും ഒരാവർത്തി കൂടി ഉത്തരകാണ്ഡത്തിൽ കണ്ടു നോക്കാം. ഉത്തരകാണ്ഡത്തിലേക്ക്.